സുഭാഷ് ചന്ദ്രബോസ് 1897 to 1945. നേതാജി എന്നും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നും മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1897 ജാനുവരി 23 ഒറീസയിലെ കട്ടക്കിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജാനുവരി 23 ദേശ് പ്രേം ദിവസ് ആയി ആചരിക്കുന്നു. 2021 മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജാനുവരി 23 ദേശ് പരാക്രം ദിവസ് ആയാണ് ആഘോഷിക്കുന്നത്. ദേശ് പരാക്രം ദിവസ് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം ദേശത്തിന്റെ ധൈര്യ ദിവസം എന്നാകുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ പേരാകുന്നു CR ദാസ്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ 23ാമത്തെ വയസ്സിലാണ്, അതായത് 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് സിവിൽ സർവീസിന് പഠിച്ചത്. 1921 അദ്ദേഹം സിവിൽ സർവീസ് ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുവാൻ സുഭാഷ് ചന്ദ്രബോസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച് ഉടൻ തന്നെ രാജിവെക്കുകയാണ് ഉണ്ടായത്. ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് സജീവമായി. 1928 ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ഇൻഡിപെൻഡൻസ് ലീഗ്. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ് 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റാകുന്നത്. അതുകൊണ്ട് തന്നെ 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന INCയുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ശേഷം ഇതേ വർഷം തന്നെ, അതായത് 1939 തന്നെ അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി. ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി 1939 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിക്കുന്നത്. 1941 സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിലായിരുന്നു ഉണ്ടായിരുന്നത്. 1941 ജനുവരി 7 സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിൽ നിന്നും അപ്രത്യക്ഷനാകുന്നത് മൗലവി സിയാവുദ്ദീൻ എന്ന പേരിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഒർലാൻഡ മസാട്ട എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കടന്നു. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തിയ ശേഷം 1941 ജൂലൈ 26 സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാകുന്നു ഇന്ത്യൻ ലീജിയൻ. ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 1941 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ലീജിയൻ എന്ന സംഘടന ജർമ്മനിയിൽ സ്ഥാപിച്ചത്. ഇനി നമുക്ക് INA, അതായത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും ചേർന്നാകുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും ചേർന്നാകുന്നു. 1942 INAയുടെ ഔദ്യോഗിക രൂപീകരണം. 1943 സിംഗപ്പൂരിൽ വച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രസ്താവന സുഭാഷ് ചന്ദ്രബോസിന്റേതാകുന്നു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ദില്ലി ചലോ എന്ന മുദ്രാവാക്യവും സുഭാഷ് ചന്ദ്രബോസിന്റേതാകുന്നു. 1943 ഒക്ടോബർ 21 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ആസാദ് ഹിന്ദ് സർക്കാർ. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യ ഗവൺമെന്റ് പാർട്ടിയാകുന്നു ആസാദ് ഹിന്ദ് സർക്കാർ. സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും ചേർത്താണ് ബോസ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ബോസ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും ചേർത്താകുന്നു. റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ ദേശീയ നേതാവ് കൂടിയാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആകുന്നു. 1945 ഓഗസ്റ്റ് 18 ഏഷ്യ കോണ്ടിനെന്റിലെ ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന തൈവാൻ എന്ന രാജ്യത്തെ തൈവോക്കു എയർപോർട്ടിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണശേഷം സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പോരാളികളുടെ വിചാരണ 1945 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ വിചാരണയിൽ തൂക്കിലേറ്റപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, ഓക്കെ. തൂക്കിലേറ്റുന്ന സമയത്ത് വക്കം അബ്ദുൽ ഖാദറിന്റെ പ്രായം 26 ആയിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വക്കം അബ്ദുൽ ഖാദറും ഇവർ രണ്ടും ആരാണെന്നുള്ളത് ഈ ക്ലാസിന്റെ അവസാനം പറയാം. സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായ 2 ഓട്ടോബയോഗ്രഫീസിന്റെ പേരാകുന്നു ഇന്ത്യൻ പിൽഗ്രിം, അതുപോലെ ഇന്ത്യൻ സ്ട്രഗിൾ. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്ക് കൂടിയുണ്ട്, അതിന്റെ പേരാകുന്നു ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണ കമ്മീഷന്റെ പേരാകുന്നു മുഖർജി കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണ കമ്മിറ്റികളുടെ പേരാകുന്നു ഷാനവാസ് കമ്മിറ്റി ആൻഡ് ഗോസില കമ്മിറ്റി.
1992 സുഭാഷ് ചന്ദ്രബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോഴും മരിച്ചതായി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത ഭാരതരത്ന 1997 റദ്ദാക്കുകയാണ് ഉണ്ടായത്. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ബഹുമാനാർത്ഥം ആൻഡോമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന റോസ് ഐലൻഡിന് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നുള്ള പേരാക്കി മാറ്റി. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന ഹാവ്ലോക്ക് ഐലൻഡിന് സ്വരാജ് ഐലൻഡ് എന്നും നീൽ ഐലൻഡിന് ഷഹീദ് ഐലൻഡ് എന്നീ പേരുകളും നൽകിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് 2 ഫാക്ടുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതുകൂടി പറയാം. ഇന്ത്യൻ നാഷണൽ ആർമി ദാറ്റ് ഈസ് INA എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിക്കുന്നത് 1942 റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും കൂടി ചേർന്നിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പിറ്റേ വർഷം അതായത് 1943 സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. സിംഗപ്പൂരിൽ വെച്ച് INAയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത ശേഷം പിന്നീട് INAയുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും മ്യാൻമറിലെ റാങ്കൂണിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതുകൂടി ഓർത്തു വെക്കുക, സിംഗപ്പൂരിൽ നിന്നും റാങ്കൂണിലേക്ക് INAയുടെ ആസ്ഥാനം മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസ് ആകുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയിൽ INAയുടെ പോരാളിയായിട്ടുണ്ടായിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റുന്നത് 1943 വക്കം അബ്ദുൽ ഖാദറും വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവർ രണ്ടു പേരാണ്. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1873 to 1982. ദാറ്റ് മീൻസ് ഹി ലീവ്ഡ് അപ് ടു ദ ഏജ് ഓഫ് 59. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വക്കം വൈക്കം ഇത് രണ്ടും 2 സ്ഥലങ്ങളാകുന്നു. വക്കം തിരുവനന്തപുരത്തും വൈക്കം കോട്ടയത്തുമാകുന്നു ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്. ഇവർ രണ്ടും 2 പേരാകുന്നു. ഒരാളുടെ പേര് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് മാത്രമേ ഉള്ളൂ, മൗലവി എന്നില്ല. മറ്റൊരാളുടെ പേരാകുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമുക്ക് പഠിക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാകുന്നു. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഇവർ രണ്ടും 2 പേരാകുന്നു. നമ്മൾ യൂട്യൂബ് ചാനലിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിന്റെ ഹിസ്റ്ററി വരാറുണ്ട്. അത് വെച്ച് പലരും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകും. പക്ഷേ അതല്ല ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ INAയുടെ പോരാളിയായിരുന്നു. അദ്ദേഹം 1970 ജനിക്കുന്നത്. 1943 അദ്ദേഹം തൂക്കുമരത്തിലേറ്റപ്പെട്ടു. 26 വയസ്സിലാണ് അദ്ദേഹം തൂക്കുമരത്തിലേറ്റപ്പെട്ടത്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി INAയുടെ പോരാളിയായിരുന്നില്ല. അദ്ദേഹത്തെ തൂക്കുമരത്തിലേറ്റപ്പെട്ടിട്ടില്ല. അതുപോലെ കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറയുന്നില്ല. കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് പറയുന്നത് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെയാണ്. അപ്പോൾ പേര് മാറിപ്പോകാതിരിക്കാനായിട്ട് ഒരാളുടെ പേരിന് ശേഷം മൗലവി ഇല്ല. നമുക്ക് പഠിക്കാൻ പോകുന്ന ആളുടെ പേരിന് ശേഷം മൗലവി ഉണ്ട്. ഓക്കെ, പിന്നെ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ 26 വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളൂ. വക്കം അബ്ദുൽ ഖാദർ മൗലവി 59 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ വക്കം എന്ന പ്രദേശത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഒരു കാര്യമുണ്ട്, അത് പറയാം. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത്. 1905 തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാകുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാകുന്നു CP ഗോവിന്ദൻ പിള്ള. മുസ്ലിമീങ്ങൾക്കിടയിൽ അറിവിന്റെ വെളിച്ചം പകരുവാനായി 1906 വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം എന്ന മാഗസീന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1918 അൽ ഇസ്ലാം എന്ന പേരിലുള്ള അറബി മലയാളം മാഗസീന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവി ആകുന്നു. In 1931 വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്റ്റാർട്ടഡ് അനദർ പബ്ലിക്കേഷൻ. അതിന്റെ പേരാകുന്നു ദീപിക. ഈ ദീപിക എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധപ്പെടുത്തിയത്. ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു. ട്രാവൻകൂർ അറബിക് ബോർഡ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ ചെയർമാനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. മാത്രമല്ല അദ്ദേഹത്തിന് അറബി, മലയാളം, പേർഷ്യൻ, ഉറുദു, സംസ്കൃതം എന്നീ ഭാഷകൾ അറിയാമായിരുന്നു. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി സമൂഹത്തോടായി പറഞ്ഞു. വക്കം മൗലവി മെമ്മോറിയൽ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം കോഴിക്കോടാകുന്നു. ചിറയൻകീഴ് താലൂക്കിലെ മുസ്ലിം സമാജം, ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സംഘം, കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ഇസ്ലാം ധർമ്മ പരിപാലന സമാജം, മുസ്ലിം പ്രിന്റിംഗ് ഹൌസ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ്, ധർമ്മപോഷിണി സഭ എന്നിവയെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാകുന്നു ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, അതുപോലെ ദാഉസ് സബാഹ്.